കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. മൈനാഗപ്പള്ളി തോട്ടുമുഖം ശ്യാം ഭവനിൽ രാജീവിന്റെ ഭാര്യ ശ്യാമയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നു മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹേല, ഇന്ന് രാവിലെയാണ് ശ്യാമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഈ ഭർത്താവ് തന്നെയാണ് ഈ സ്ത്രീയെ ആശുപത്രിയിലും മറ്റും എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ഭർത്താവ് രാജീവ് പോലീസിന് നൽകിയ മൊഴി ഇത്തരത്തിൽ ഭാര്യ കുഴഞ്ഞു വീണ രീതിയിൽ കണ്ടെത്തി പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ്. പക്ഷേ പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഇൻക്വസ്റ്റിൽ ഒപ്പം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചും മറ്റുമാണ് ഇവർ ശ്വാസം മുട്ടിയും മറ്റുമാണ് മരണപ്പെട്ടതെന്നാണ്. പിന്നീട് പോലീസ് ഈ രാജീവിനെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഇയാൾ കൊലപാതകം എന്ന കാര്യം പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. ഈ ഇരുവരും ഈ ഭാര്യ ശ്യാമയും ഭർത്താവ് രാജീവും തമ്മിൽ നിരന്തരം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. മദ്യപിച്ചെത്തിയായിരുന്നു രാജീവ് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയും ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായി. ഈ സമയത്ത് അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം മറ്റും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ രാജീവ് ഈ പ്രശ്നത്തിനിടെ സംഘർഷത്തിനിടെ ഭാര്യ ശ്യാമ കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷമാണ് ഇയാൾ ഒന്നും സംഭവിക്കാത്ത പോലെ സ്വാഭാവികമായി ഉത്സവപ്പറമ്പിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് തിരിച്ചെത്തി ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ഭാര്യയെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. എന്തായാലും ഈ ശ്യാമയുടെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ ഭാര്യ അതിക്രൂരമായി കൊലപ്പെടുത്തി പുറത്തേക്ക് പോയി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തി ഭാര്യയ്ക്ക് ബോധക്കേടുണ്ടെന്ന് കാണിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിച്ച വല്ലാതെ ആ കുറ്റകൃത്യത്തെ മറച്ചുവെക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും ഭർത്താവ് ഒടുക്കം പിടിയിലായിട്ടുണ്ട്. എ വി ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.